ഏയ് എണീറ്റേ. ജംഗണക്കാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സമയം എത്രയെന്നറിയോ? നേരം എടുത്തു, ഞാൻ പോവാ. ഏയ് ആശംസ പറയാതെ പോവാണോ? ആശംസ? ഇത് എന്നെ പറഞ്ഞത് ഒക്കെ മറക്കും. മെയ് 5 മറന്നില്ലേ ഇപ്പോ? മെയ് 5. ഓ സോറി സോറി സോറി, ഇന്നാണല്ലേ. ഇപ്പൊ തന്നെ തന്നിരിക്കണു പിറന്നാൾ ആശംസകൾ. പിറന്നാളിന് എന്ത് സമ്മാനം എനിക്ക് തരിക? എന്താ വേണ്ടത് എന്റെ അമ്മക്കുട്ടിക്ക്? പച്ചയിൽ സ്വർണ്ണ ബോർഡർ ഉള്ള ഒരു സാരി. എന്താ? ഓക്കെ, ഏറ്റിരിക്കണു. വേണു ഒരു മിനിറ്റ്. അമ്മുവിന്റെ പിറന്നാളാ ഇന്ന്. പറഞ്ഞു. എങ്ങനെയാ പറയണ്ടെന്നറിയില്ല. പറഞ്ഞാ നീ എന്താ വിചാരിക്കാന്നും അറിയില്ല. എന്നാലും ഒരു ഏട്ടന്റെ സ്ഥാനത്തുനിന്ന് പറയാന്ന് കരുതിയാ മതി. നീ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. പണം ഉണ്ടാവില്ല നിന്റെ കയ്യില്. നിന്റെ വകയായിട്ട് അമ്മുവിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഇത് വെച്ചോളൂ. കാശ് എന്റെ കയ്യിലുണ്ട്. നന്ദേന്റെ കാശ് വാങ്ങിയിട്ടല്ലോ എന്റെ ഒക്കെ സമ്മാനം കൊടുക്കേണ്ടത്. തെറ്റെന്റെ തന്നെ. ചോദിക്കാൻ പാടില്ലായിരുന്നു. വന്നൂല രണ്ട് ഗോപാലന്മാരും. വേണുഗോപാലിന്റെ കാര്യം പറയുന്ന നാവ് ഇപ്പൊ മടക്കേ ഉള്ളൂ. മടങ്ങി കിട്ടിയോ? ശശാങ്കൻ സാറിന്റെ നാവ് മടങ്ങി കിട്ടാൻ ഇത്തിരി പ്രയാസാണേ. ഒടിയേ ഉള്ളൂ, വളയില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. വേണുഗോപാൽ സാർ ഇങ്ങനെ ഉപായത്തിൽ നടന്നാൻ പറ്റില്ല. എന്താ? ജോലി കിട്ടിയതിന്റെ വക കിട്ടിയിട്ടില്ല. കല്യാണത്തിന് സ്പെഷ്യൽ വക ഇതുവരെ കിട്ടിയിട്ടില്ല. ശമ്പളം വരെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ ചെലവ്. തനിക്ക് എന്തോടോ പൈസക്ക് വിഷമം? അളിയന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാ പോരെ? അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കാം. വേണുവിന് എത്ര വേണം പറ. ബാങ്കിലിട്ട പോലല്ലേ തനിക്ക് കടം തന്നാല്. എന്നാ വൈകണ്ട, ഇന്ന് വൈകുന്നേരം തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഗ്രേഡ്. ഇന്ന് ശ്രീമതിയുടെ പിറന്നാൾ കൂടിയാണ്. വൈകുന്നേരം സവേരയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ എന്തിനും റെഡി. എന്ന് പോവാ. 2 ബലൂണും കൂടി കിട്ടാൻ ഞാൻ ഇവിടെ ഉത്സവാക്കും. വെടിക്കെട്ട് വേറി. ആഹാ, അല്ല എന്താ ഇതൊക്കെ? അമ്മുവിന്റെ പിറന്നാളല്ലേ, കുറച്ച് കേമായിക്കോട്ടെന്ന് കരുതി. പിന്നെ കളക്ടർ ടിവിയിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ഫോൺ ചെയ്യാൻ മറക്കണ്ട. ശരി. അമ്മോ അമ്മോ, വരണ വേണോട്ടാ. ആ കണ്ണടച്ചു പിടിച്ചു വരണേ. ഞാൻ പറയുമ്പോഴേ തുറക്കാവൂ. അപ്പൊ ഞാൻ വീഴില്ലേ? നീ വീഴൊന്നുമില്ല. ഇങ്ങ് വാ പെണ്ണേ. വാ വാ വാ. കണ്ണടച്ചു പിടിച്ചു തന്നെ, പറ്റിക്കരുത് തന്നെ. ഇനി തുറന്നോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കണി കാണല്? ഇതെങ്ങനെയുണ്ട്? ഓ ഇതോ, ദേ ഇത് കണ്ടോ, നന്ദം വാങ്ങിത്തന്ന. അതിനൊക്കെ നല്ലല്ലേ ഇത്? ഇതിനൊരു നരപ്പുണ്ട്. അയ്യോ, വേണോട്ടിന് വിഷമായോ? സാരല്ല, ഇനി നമുക്ക് വെള്ളച്ചി കൊടുക്കാം. ഞാൻ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പരിഭവം പറഞ്ഞ് നടക്ക വെള്ളച്ചി. വെള്ളച്ചിക്ക് വേണ്ടിട്ടല്ല, തനിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്ന ഞാൻ. നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും നന്ദൻ ഇത് കൊണ്ടുവന്നല്ലോ. ഇനി എന്താ ചെയ്യാ? വരെ നമുക്ക് താഴത്തേക്ക് പോവാം. അവിടെ എല്ലാരും കാത്തു വെക്കാ. താഴത്തേക്കല്ല, നമ്മൾ പുറത്തേക്ക് പോവാണ്. സവേരയിൽ ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോളേജിലെ 3 കൂട്ടുകാരൊക്കെ അവിടെ വരും. സവേരയിലോ? അപ്പൊ ഇവിടുത്തെ പാർട്ടിയോ? ഇവിടുത്തെ പാർട്ടി ഇവര് നടത്തും. നീ വന്നേ. നന്ദന്റെ സമ്മതം ഇല്ലാണ്ട് വരാൻ എനിക്ക് പേടിയാ വേണോട്ടാ. അവളുടെ ഒരു പേടി. വേണോട്ടാ, എന്താ ഇനിയും വരാത്തെ? ഇങ്ങോട്ട് വന്നേ. എല്ലാരും അവിടെ കാത്തിരിക്കാ. വാ. എന്ത് പറ്റി? വേണോട്ട് പറയാ സവേരയില് പാർട്ടി ഉണ്ടെന്ന്. ഇന്നെങ്ങനെയാ പോവാ? ഇന്നോ? അതെങ്ങനെയാ വേണോ? ഞാൻ അവരെയൊക്കെ വിളിച്ച് വരുത്തിരിക്കല്ലേ. എന്നോട് ചോദിച്ചിട്ടല്ലോ വിളിച്ചു വരുത്തിയത്. എല്ലാ കൊല്ലവും പതിവുള്ളതാ. രാവിലെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. ആ പരിഭ്രമത്തിനിടയില്. എല്ലാ കൊല്ലം പോലെ അല്ലേ ഇക്കൊല്ലം? അതെന്താ ഈ കൊല്ലം അവളെന്റെ അനിയത്തെ അല്ലാതെ തീർന്നുണ്ടോ? നന്ദേണ്ട അനിയത്തി തന്നെയാ, പക്ഷെ എന്റെ ഭാര്യയും കൂടിയാ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ആവശ്യിക്കാം. ഇവിടെ അവിടെ എന്റെ എല്ലാ കൂട്ടുകാരും കൂടി വെയിറ്റ് ചെയ്യാ. എന്താ വേണത്? ഒരു ഫോൺ കോളിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. നമുക്ക് മറ്റൊരു ദിവസം നടത്താം. ഞങ്ങളും വരാം. നിങ്ങൾ വരുമോ വരാതിരിക്കോ അതല്ല എന്റെ പ്രശ്നം. ഇന്ന് ഞാൻ അവർക്ക് കൊടുത്ത വാക്കാ. ഇന്നത്തേക്ക് അതൊന്ന് മാറ്റിവെക്കേ. ഞാനും വന്ന് സോറി പറയാം അവരോട്. ഞാൻ പറയുന്ന അനുസരിക്കാൻ ഇവിടെ സമ്മതിക്കില്ലല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. വേണു, കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കാതെ. വാശി പിടിക്കണ ഞാനോ നന്ദേട്ടനോ? ഇവിടെ ഇത്ര ആളുകളെ വിളിച്ചു വരുത്തിയിട്ട്. അവിടെ ഞാൻ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മാതിരി സൂട്ട് കോട്ട് ഇട്ടറില്ലെന്ന് മാത്രം. സാധാരണക്കാരാ. വന്നേ പോവാം. നന്ദൻ സമ്മതിക്കാണ്ട് ഞാൻ എങ്ങനെ വരുമോ? എടീ, എന്റെ ഭാര്യ കൊണ്ടുപോകാൻ എനിക്കാരുടെ സമ്മതമൊന്നും വേണ്ട. എന്താ വേണു ഇത്? നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ നന്ദേട്ടൻ ഇവിടെ പാർട്ടി നടത്തുന്നത്? ഞങ്ങൾക്ക് കൂടി വേണ്ടിട്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നു. നന്ദേട്ടൻ വലിയ ആളാണല്ലോ. മറന്നു പോയിട്ടുണ്ടാവും. ഗൗരിയെടുത്തിയോ? എടീ, ഞാൻ നിന്നോട് ചോദിക്കുന്നേ, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഓഹോ, എനിക്ക് എന്റെ വാക്കും വലുതാ. നിനക്ക് ഇഷ്ടമുള്ളപ്പോ വരാം. അവിടേക്ക്, എന്റെ വീട്ടിലേക്ക്. വേണു,
അവൻ എങ്ങനെ പിണക്കി അയക്കേണ്ടിയിരുന്നില്ല. അഹങ്കാര, ദുരഭിമാനം, കോംപ്ലക്സ്. ഞാൻ പറയുന്നതിനോടൊക്കെ എതിർക്കുക, അത്ര തന്നെ. അവൻ പറയണേലും കാര്യമില്ലേ? ഉണ്ടോ? എന്നാ അവനോട് ഇറങ്ങി പോട്ടെ അവള്. താഴെ വന്നവരോടൊക്കെ ക്ഷമ ചോദിക്കാൻ ഞാൻ. അവനും ഇപ്പൊ അത് തന്നെയല്ലേ ചെയ്യേണ്ടി വരിക. ചെയ്താൽ എന്താ? അത് നന്ദേട്ടനും ആവാലോ. ഓഹോ, അപ്പൊ ചെയ്യാം. അങ്ങനെ അവിടെ രണ്ടാളും കല്യാണം കഴിഞ്ഞ് സ്വസ്ഥായാല് എനിക്ക് സമാധാനായിട്ടിരിക്കാം, അല്ല മരിക്കാം എന്ന് കരുതിയതാ. യോഗയില്ല. രാജഗോപാലിന്റെ അവിടെയും ജനാർദ്ദന്റെ അവിടെയും ഹോസ്റ്റലിലും ഒക്കെ അന്വേഷിച്ച് ഞാൻ എവിടെ എത്തിയിട്ടില്ല. ആസ്പത്രിയിൽ ആരൊക്കെ ഉണ്ട്? ആസ്പത്രിയില് നന്ദനും ഗൗരിയും ഉണ്ട്. അത് മാത്രം പോരല്ലോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുന്ന ആദ്യം വിചാരിച്ചു. അതും ഇല്ലാന്ന് അറിഞ്ഞപ്പോ ആകെ ബേജാറായിരിക്കുക. മുമ്പൊക്കെ എത്ര വഴക്കിട്ട് പോയാലും രാത്രി ആവുമ്പോ വീട്ടിലെത്താതിരുന്നിട്ടില്ല. ഇതിപ്പോ രാവിലെ ആയിട്ടും ഇതാ വന്നൂലോ. പൂവാമ്പാടത്തെ കളപ്പുരയിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അമ്മു ആസ്പത്രിയിലാ, നിന്നെയും കൊണ്ട് ചെല്ലാനാ ഞാൻ വന്നേ. എന്താ പിന്നെ ഇളകി അപസ്മാരം? നെയ്യ ശേഖരൻ നായർ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ? വിവരം പറഞ്ഞു കഴിഞ്ഞില്ലേ? കുട്ടിയമ്മ പോക്കോട്ടെ. ആസ്പത്രിയിലേക്ക് ചെല്ലാൻ പറഞ്ഞത് കേട്ടില്ലേ? അതും കേട്ടു. പോണല്ലേ? ഇല്ല. അവിടെ അവളുടെ നന്ദൻ ഉണ്ടാവൂലോ. നീ ഇങ്ങനെ ആയാൽ എങ്ങനെയാ വേണു? കഷ്ടമാ. ആവശ്യമില്ലാത്തടത്തേക്ക് കയറി ചെല്ലാതിരിക്കാനുള്ള വിവരമൊക്കെ എനിക്ക് അയച്ചാ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. ആവശ്യമില്ലാത്ത ഇടമോ ഉള്ള ഇടമോ എന്നൊക്കെ പറയാൻ എനിക്കിപ്പോ അധികാരമില്ലല്ലോ. നീ വലുതായി പോയില്ലേ? അമ്മ ആശുപത്രിയിലാണെന്ന് കേട്ടിട്ടും എന്താ പോവാഞ്ഞേ? ആശുപത്രിയിലാവാൻ കാരണം ഞാനല്ല. ചിലപ്പോ ആണെങ്കിലോ? ഉപദേശിക്കാനുള്ള യോഗ്യതയോ അർഹതയൊന്നും എനിക്കില്ല. ഒരു കാര്യം പറയണം തോന്നുന്നു. ഭാര്യമാര് തെറ്റ് ചെയ്യുമ്പോ ഗുണദോഷിക്കാം, ശിക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറരുത്. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അറിയില്ല. അതന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, അറിവില്ലാത്തോളാ ഞാനെന്ന്. എന്നാലും ഒരു പരിചയക്കാരി മാത്രമാന്ന് വെച്ചാലും ആശുപത്രി കിടക്കണമെന്ന് കേട്ട ഒന്ന് പോയി കാണില്ലേ? വെറുതെ എങ്കിലും. നോക്കാൻ അവിടെ ആളുകളുണ്ട് ഇഷ്ടം പോലെ. അവരൊന്നും ഈ ആളാവില്ലല്ലോ. ഈ ആൾക്ക് ഈ ആള് തന്നെ വേണ്ടേ? എന്തിനാ വേണോട്ട് എന്നോട് പിണങ്ങിപ്പോയത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ഇറങ്ങിപ്പോയ ഉടനെ ഇവള് തലചുറ്റി വീണു. അപ്പ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി വേണോട്ടും വിളിച്ച എപ്പോ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം. ഇപ്പൊന്നും പറയണ്ട, റെസ്റ്റ് എടുക്ക്. നന്ദേട്ടൻ വന്നില്ലേ? ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറയണേ? നന്ദ, അത് ഡോക്ടർ ഇപ്പൊ എന്നോട് സംസാരിച്ചു. അമ്മോ ഗർഭിണിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ പ്രഗ്നൻസി അഡ്വൈസ് ചെയ്യില്ല. ഫിസിക്കലി വീക്കാണ് ആ കുട്ടി. പിന്നെ മെഡിക്കേഷൻ MTP ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. യു മീൻ അബോർഷൻ? യെസ്. അമ്മുന്റെ ആരോഗ്യത്തിന് അത് പ്രശ്നമാവുമെങ്കിൽ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. നീ എന്ത് പറയുന്നു? അമ്മ എന്ത് പറഞ്ഞു? ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടല്ലേ മോളെ? ഡോക്ടറല്ല, ആരും പറഞ്ഞില്ല, സമ്മതിക്കില്ല. ഗൗരിയടുത്തമ്മയ്ക്ക് അറിയില്ലേ 4 പെണ്ണ് 3 ആണ് ഉണ്ടാവുന്ന കൈനോട്ടക്കാരി പറഞ്ഞത്. എന്നിട്ട് ആദ്യം തന്നെ കൊല്ലുക. ഡോക്ടർ പറയുമ്പോ എന്താ അമ്മ ചെയ്യാ? ഡോക്ടർ പറഞ്ഞിട്ടല്ല, എനിക്കറിയാം. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാൻ അസൂയ. നിനക്കെന്താ അമ്മു പറഞ്ഞാ മനസ്സിലാവാത്തത്? പറഞ്ഞ മനസ്സിലാവണൊക്കെ ഉണ്ട്. വേണ്ടോട്ടാ, സമ്മതിക്കരുത്. നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കരുത്. സമ്മതിക്കോ വേണ്ടോട്ടാ. അമ്മുവിന് സമ്മതമില്ലെങ്കിൽ സമ്മതമല്ല. അങ്ങനെയെന്ന് വെച്ചാ എന്താ വേണു നീ വിവരക്കേട് പറയണേ? അവളുടെ ഹെൽത്തിന്റെ കാര്യല്ലേ? നിനക്ക് കുഴപ്പമൊന്നും വെച്ചിട്ടല്ല അമ്മു. എനിക്കൊന്നും ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിനെ കൊന്നാലോ? എനിക്കെന്തായാലും പറ്റ. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്.
അമ്മു 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 എന്താണ് അമ്മു ഇത് ഞാനാ അമ്മു എന്താ അമ്മു എന്താ വേണു അമ്മു 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 ഞാനാ നന്ദന ഞങ്ങളൊന്നും ചെയ്യില്ല നിന്നെ അമ്മു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ എന്നെ കൊല്ലാനാ എനിക്കറിയാം. തൽക്കാലത്തെ ഷോക്കോൺ ഉണ്ടായതാവും വീണ്ടും അറ്റാക്ക്. ഗുളിക കണ്ടിന്യൂ ചെയ്യൂ. ഈ കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യുക? അവളെന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുന്ന എന്റെ പേടി. അബോർഷൻ വേണ്ടെന്ന് വെക്കാം, അതേ വഴിയുള്ളൂ. 100% ഷൂറാക്കാനാണ് ഞാൻ അന്നത് പറഞ്ഞത്. നിർബന്ധം പിടിച്ച സംഗതി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. അവളുടെ ഹെൽത്ത് ഓരോ നിമിഷവും ശ്രദ്ധയുണ്ടാവണം. വൈദ്യശാസ്ത്രത്തിനും അതീതമായി എന്തൊക്കെയുണ്ടെന്നല്ലേ പുതിയ തിയറി. വിശ്വാസങ്ങള്, മനസാന്നിധ്യം, ഇതൊക്കെ നമുക്ക് ശ്രമിക്കാം. എന്തായാലും എന്റെ അമ്മൂന് കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. നിങ്ങളിങ്ങനെ ഓടിപ്പടച്ചു വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടത്തെ കാലിനും കൈക്കും ഒരു തരിപ്പ്, ഇത്രയേ ഉള്ളൂ. സ്വാമി മാഷ് പറഞ്ഞിട്ടാ ഞങ്ങള് വിവരം അറിഞ്ഞത്. അച്ഛൻ ആരെങ്കിലും പറഞ്ഞയക്കായിരുന്നില്ലേ? എന്തിനാ? അതിനു വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. രാധ വരലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. മരുന്നൊക്കെ പരമേശ്വരൻ ഡോക്ടറെ കൊണ്ടുവന്നു. കുറെ ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട്. ആട്ടെ, അമ്മൂന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പിന്നെ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ഈശ്വരാധീനം കൊണ്ട് അവക്കൊന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. വരിക ഇരിക്ക. കണ്ടപ്പോ മാഷുടെ അസുഖമൊക്കെ പറന്നു അല്ലേ? അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പേടിച്ചു വന്നതാ. നന്ദൻ സാർ വന്നില്ലേ? ഇവിടെ ഇല്ല, ടൂറിലാണ്. 4-5 ദിവസം കഴിയും വരാൻ. മോളെ, അടുക്കളയിൽ രാധ ഉണ്ടാവും, ചായ എടുക്കാൻ പറയും. വേണു, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. രാധേ, ആ, ഞാൻ ചായയും കൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. എന്നോട് ചിലത് മറച്ചു വെച്ചു നീ അല്ലേ? മറച്ചു വെക്കേ? അതെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഗൗരിയടുത്ത് എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എങ്ങനെയാ ഞാൻ ശരിയും തെറ്റും പറയാ? അവനോ നീയോ നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്ന് വെച്ചാല്? ഓ, അതോ? അത് വേണുവിട്ട് എന്തോ തെറ്റിദ്ധരിച്ചതാ. പഴയ ഒരു കാര്യം, ചെറിയൊരു കാര്യം. അതൊക്കെ എന്തിനാ നമ്മളിപ്പോ കുത്തിത്തെരഞ്ഞെടുക്കണേ? മോളെ, കുറെ കാലം കൂടിയിട്ട് ഇന്നാ എല്ലാരും ഒന്ന് ഒത്തുകൂടിയിരിക്കണം. ഇതൊന്ന് ആഘോഷിക്കണം. എന്നാ മാഷ് ഒരു ശ്ലോകം അങ്ങോട്ട് തുടങ്ങുക. അത് വേണ്ട, രാധ ചൊല്ലട്ടെ. ചില കീർത്തനങ്ങൾ ഇവള് ചൊല്ലുന്നത് ഈയിടെ പിന്നെയും കേട്ടു ഞാൻ. അസലായിട്ട് ചൊല്ലും. എന്നാ അങ്ങനെ ആവട്ടെ. ഇപ്പൊ ഒന്നും വേണ്ട. അത് പറ്റില്ല, വേണുവിനും ഗൗരിക്കും മടങ്ങേണ്ടതാ. ഈ കുട്ടികൾക്കൊക്കെ എന്താ പറ്റിയത്? വലുതാവുമ്പോ സംഗീതവും സന്തോഷവും ഒക്കെ ഇവരെ വിട്ടുപോവുകയാണോ?